ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ ഫേസസും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാനൊരു കോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതെന്ന്. വേറൊന്നും കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഉദ്ദേശിച്ച അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോട്ടിൽ കുറച്ച് പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ കടമ്പ കടക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. താൻ എവിടെ എന്ത് ചെയ്താലും അത് ശരിയാവുന്നില്ലല്ലോ, പ്രാവശ്യവും കൈവിട്ട് പോയോ എന്നുള്ള ആ ഒരു വിഷമത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ലോട്ട് ഓഫ് ഇമോഷൻസ് മനസ്സിലൂടെ പോകുന്ന കുറേയധികം പേരുണ്ടാകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ സൂപ്പറാണെന്ന് നമ്മളെ തന്നെ നമ്മൾ സ്വയം ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ സക്സസ്ഫുൾ ആകുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മൈനസ് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മേ ബി നമ്മളുടെ ആ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്കില്ല് ഒക്കെ തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രം. നമ്മൾ ഓരോ പ്രശ്നത്തെയും എങ്ങനെ അഭിമുഖീകരിക്കുന്നു, നമ്മൾ ഓരോ ടാസ്കിനെയും എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ സ്വയം സൂപ്പറാന്ന് വിചാരിക്കുമ്പോൾ അതൊരിക്കലും ഒരു അഹങ്കാരത്തിലോട്ട് മാത്രം എത്തരുതെന്ന് മാത്രം കേട്ടോ. അതായത് എത്ര നമുക്ക് കഴിവുണ്ട്, നമുക്ക് സ്കില്ലുണ്ടെന്നൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവിടെ ആ കാര്യങ്ങളെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിലേക്കും എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരിക്കലും ഹെഡ് വെയിറ്റോട് കൂടി നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാലോ, ഏറ്റവും വലിയ മരം പോലും തല കുനിച്ച് തരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള കുറേയധികം കഴിവുകൾ നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്ത് നമ്മളുടെ സക്സസ്സും തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇനി ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നമ്മുടെ ആ മെത്തേഡ് ഓഫ് ഡൂയിങ്ങിലായിരിക്കും എന്തെങ്കിലും കുഴപ്പം. സോ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ശരിയായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ആഫ്റ്റർ ഓൾ ഒരു ഒറ്റ എക്സാമോ ഒന്നുമല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ബിലീവ് ദാറ്റ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം നിങ്ങൾ സ്ട്രോങ് ആണ്, ബ്രേവർ ദാൻ യു ഫീൽ ആൻഡ് സ്മാർട്ടർ ദാൻ യു നോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഡിഗ്രി പ്രിലിംസിൻ്റെ 3 ഫേസസ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു മീ, ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് 3rd സ്റ്റേജ് ഇത്തിരി ടഫായിട്ട് തോന്നി. ഇൻ ദ സെൻസ് അതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അപ്പോൾ പറയും ഫസ്റ്റിലും ഉണ്ടായിരുന്നില്ലേ, സെക്കൻഡിലും ഉണ്ടായിരുന്നില്ലേ. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പേപ്പറുകളും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാം. പക്ഷേ ഒരാൾ എക്സാം ഹാളിൽ ചെന്ന് അവിടെ ആ ഒരു പ്രഷറിൽ നിന്ന് പരീക്ഷ എഴുതുന്നതും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് പാടായിട്ടുള്ളവരുണ്ടാകും. ഓരോ സ്റ്റേജസും അവരുടേതായ രീതിയിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അത് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ഈ നമുക്ക് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ കുറേയധികം കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പഠിക്കുന്നത് അല്ലേ. എന്തോരം കാര്യങ്ങളാണ് പഠിക്കുന്നത്, എന്തോരം സബ്ജക്ട്സ് നമ്മൾ കൈകാര്യം ചെയ്യണം, എന്തോരം ഏരിയാസ് പഠിക്കണം, അതും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കണം. ആക്ച്വലി ഇതൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നേ എൻസൈക്ലോപീഡിയ തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളുടെ തലച്ചോറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊരു എക്സാം ഹാളിൽ പോകുന്നത്, നമ്മളൊരു ക്വസ്റ്റിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലെന്ന് പറയുമ്പോൾ ടൈം അവിടെ ഒരു കൺസ്ട്രെയിൻ്റ് അല്ല, നമുക്ക് ആ ടെൻഷൻ ഇല്ല, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് എഴുതുന്നത്. പക്ഷേ ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമുക്ക് എല്ലാം കൊണ്ട് നമ്മൾ കൂളാണെങ്കിലും ടൈം എന്ന് പറയുന്നത് നമ്മളുടെ വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമുക്ക് പണ്ട് വാച്ച് കൊണ്ടുപോകാമായിരുന്നു, അല്ലെ സാധാ വാച്ചുകൾ ഉണ്ടായിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി, അത് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമായി തുടങ്ങി അല്ലേ, സ്മാർട്ട് വാച്ച് പോലത്തെ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ ഒരു 1.25 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമതിന് പരീക്ഷ എഴുതാൻ തന്നെ സമയമില്ല അല്ലേ. അതിനിടയ്ക്ക് നമ്മൾ തന്നെ സമയം ചോദിച്ചുകൊണ്ടിരിക്കണം എത്രയെന്ന്. അതിനുള്ള സമയം നമുക്കുണ്ടോ? അതുമില്ല. ഇനി നമുക്ക് ഓരോ ചോദ്യം ആലോചിച്ചെത്താനുള്ള ആ 1.25 മണിക്കൂറിനുള്ള ചോദ്യങ്ങളാണ് തരുന്നത്, അതുമല്ല. മിക്കതും സ്റ്റേറ്റ്മെൻറ്റും അതും നമ്മളെ കുറച്ച് നേരം ഒന്ന് ഇരുത്തും. ഈവൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ ഉത്തരത്തിലോട്ടൊന്നും എത്താൻ പറ്റണ്ടേ, അതിന് ബ്രെയിൻ സെൻസ് ചെയ്ത് എടുക്കണ്ടേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേയധികം കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ പഠിക്കുന്നത്. ഇനി എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന പോലെ ഫീൽ ചെയ്യണമെന്നില്ല, ടപ്പേന്ന് പറഞ്ഞ് കിട്ടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഒരു അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന കുറേയധികം ആളുകൾ ഉണ്ടാകുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ആ ഒരു സിസ്റ്റം എന്ത് ചെയ്താലും അതങ്ങ് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. വേറെ ഒരു വഴിയില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ ക്ലാസ്സിൽ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ക്ലോക്കെങ്കിലും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളുടെ മൈൻഡ് ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുള്ളൂ,
നമ്മൾ ആൻസറിങ് ചെയ്യുള്ളൂ അല്ലേ. മറ്റേ നമുക്ക് ഒരു ഐഡിയ ഇല്ല എപ്പോഴൊക്കെ ഈ വാർണിംഗ് ബെൽസ് അടിക്കുന്നത്, അതായത് എത്ര മണിക്കൂർ അരമണിക്കൂറാണെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഈ എക്സാമിൻ്റെ ക്വസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചിന്തയിലാണ് മുഴുവൻ. അതിൻ്റെ ഇടയിൽ ഈ ടൈം ശ്രദ്ധിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നൊരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് ഈ എക്സാമിന് മാർക്ക് കുറയാനുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഘടകം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഒരു നെക്സ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ടൈം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു മൈൻഡ് വരിക എന്നുള്ളതും പ്രശ്നമാണ് അല്ലേ. ശരിയാണ്, കാരണം വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൻ്റെ പ്രശ്നമൊന്നും വരില്ല, നമ്മൾ കൂളായിട്ട് ചെയ്തു പോകും. പക്ഷേ ഇനി അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾ സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട് കറക്റ്റ് 1:15 തന്നെ നിർത്തുന്ന രീതിയിൽ ഒരു അലാറം സെറ്റ് ചെയ്ത പോലെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ആ ഒരു ടൈമിനോട് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 സ്റ്റേജസിലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ഏത് സ്റ്റേജിന് കൂടുതൽ എന്താണ് നോർമലൈസേഷൻ ബെനിഫിറ്റ് കിട്ടുന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ഓരോ സ്റ്റേജസിലുള്ളവർക്കും ടഫായിട്ടുള്ളവരുണ്ട്, ഓക്കെ, ടഫായിട്ട് തോന്നുന്നവരുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടും നമുക്ക്. കാരണം എന്താ, സമയം, നമ്മുടെ മൈൻഡ് എല്ലാം അപ്പോൾ എന്താണ് കൂൾ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ന രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇതാണ് ടഫ് ഇതാണ് ഇതെന്ന്. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ, എനിക്ക് ഫേസ് ചെയ്ത കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ, എനിക്ക് തോന്നിയ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഒരു എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന ആൾക്ക് അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്താണ് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും ഏതാണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി നമ്മൾക്ക് തോന്നുന്നതാകണം പി എസ് സിക്ക് തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇതെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ എന്ത് ചെയ്യും, പ്രിലിംസിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇപ്പോൾ പ്രിലിംസിന് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിനെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രിലിംസിന് ഒരു 38-40 റേഞ്ച്, ആ ഒരു റേഞ്ചൊക്കെ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താണ് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവർ ഈ കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത് ആക്ച്വലി നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റിൻ്റെ വേക്കൻസീസ്, എത്ര പേര് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പോൾ വിചാരിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ലോ റേഞ്ച്, അതൊരു 25 ആ റേഞ്ചിലുള്ളവർ അധികം എന്താണ് പ്രതീക്ഷിക്കേണ്ട, അത് കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഓഫ് മാർക്സ് ഉണ്ട് എങ്കിൽ, ഒരു 30 എബവ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി നോർമലൈസേഷൻ ഇതിൽ ഏത് സ്റ്റേജിന് കിട്ടും, അല്ലെങ്കിൽ നോർമലൈസേഷൻ എങ്ങനെയാണ് അവർ ഈ ഡിഫറൻറ്റ് സ്റ്റേജസിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും അതിന് എത്ര അഡ്വാൻറ്റേജ്, എത്ര മാർക്സ് കൂടുതൽ കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് പ്ലസ് അത്രയും കയറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു റേഞ്ച് ഓഫ് മാർക്സ് ഉണ്ട് എങ്കിൽ, ഒരു 35 എബവ് ആണെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ എന്താണ് ജസ്റ്റ് നിങ്ങൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കൂടുതലും ഇപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രിലിംസിൻ്റെ എല്ലാ റിസൾട്ട് വന്നിട്ട് ആ കട്ട് ഓഫ് മറികടന്നാൽ നമ്മൾ ആ സമയം കടന്ന് ഓടും മെയിൻസിന് വേണ്ടിയിട്ട്. കാരണം മെയിൻസും കൂടെ കടന്നാൽ നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം ജോബിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആ മെയിൻസ് അത് പ്രിലിംസ് പോലെയല്ല. അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൂടുതലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഓരോ ദിവസവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഓരോ സ്പെഷ്യൽ ടോപ്പിക് വെച്ച് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ ഭൂരിഭാഗം പേരും ഈ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് 10th വേണ്ടിയിട്ട് 10th പ്രിലിംസ് ആണല്ലോ ഇനി അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. എന്നിരുന്നാലും ഓരോ ദിവസവും അതിനോടൊപ്പം ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഈ ഡിഗ്രി ലെവലിൻ്റെ ഒന്ന് നോക്കി പോകാം. സയൻസ് ഒക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, സയൻസ് സബ്ജക്ട്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ ആ ഒരു ആക്ച്വലി 3rd സ്റ്റേജിൽ നടന്ന അതിൽ നമ്മുടെ SCERT ഞാൻ ക്ലാസ് എടുത്തിരുന്ന പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യലായിട്ട് ഇത് പഠിക്കണം, ഇത് ചോദിക്കാറുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞത് തന്നെ ചോദിച്ചു. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ കണ്ടപ്പോൾ SCERT ക്ലാസ്സിൽ നിന്ന്, അതായത് SCERT ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരേ സമയം SCERTയും NCERTയും കൂടുതൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. SCERT ആണെങ്കിലും NCERT ആണെങ്കിലും അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ SCERT ക്ലാസ്സസ് ഞാൻ ആക്ച്വലി എടുക്കുന്നുണ്ട് 5 to 10 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലെല്ലാം എക്സ്ട്രാ ഫാക്ട്സും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഈ കണ്ട 3 സ്റ്റേജിലും SCERTയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി മെയിൻസിനും ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ ഒരു പാടത്തിൽ നിന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും, അതിൽ യാതൊരു സംശയമില്ല. NCERTയും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 5 തൊട്ട് 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 10th പ്രിലിംസിനാണെങ്കിൽ പോലും 10th പ്രിലിംസിനായിക്കോട്ടെ ഡിഗ്രി ലെവലിനായിക്കോട്ടെ നിങ്ങൾക്ക് ഫുൾ ഒന്ന് കേട്ടറിഞ്ഞ് പഠിക്കണമെന്നുണ്ട് എങ്കിൽ, എന്താണ് ടെക്സ്റ്റിൽ നിന്ന് ഇത് ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടാവണം. എന്നാലും നമുക്ക് ടെക്സ്റ്റിൽ നിന്നാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. അത് പ്രിലിംസ് ഈ പറയുന്ന 10th പ്രിലിംസിനാണെങ്കിലും ഡിഗ്രി മെയിൻസിനാണെങ്കിലും ഇനി വരുന്ന അപ്കമിങ് എക്സാമിനേഷൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് SCERT ക്ലാസ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി.
ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. കാരണം കംപ്ലീറ്റ് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ക്ലാസ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം സയൻസൊക്കെ എടുക്കുന്നുണ്ട്. സയൻസും നമുക്ക് വേണ്ടതാണ്, ഡിഗ്രിക്കാണെങ്കിലും മറ്റേതിനാണെങ്കിലും. അപ്പോൾ എക്സ്ട്രാ ലെവലിൽ തന്നെയാണ് ഞാൻ എടുത്തു പോകുന്നത് ഓരോന്നും. പിന്നെ NCERTയുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻസ് ആസ്പെക്റ്റിൽ നിങ്ങൾ നോക്കി തുടങ്ങേണ്ട ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ മെമ്പർഷിപ്പിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളൊരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ കൊടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആ കൊടുത്ത നോട്ട്സിൽ നിന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ 10th പ്രിലിംസിലേക്ക് അതും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഇപ്പോൾ ഡിഗ്രി എഴുതിയ കുറേ പേരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 10th പ്രിലിംസ് ഫോക്കസ് ചെയ്യണം. അതിന് SCERT പാഠഭാഗങ്ങൾ വേണം. അത് പഠിക്കാൻ 10th പ്രിലിംസിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന കേട്ടോ. ഇതേപോലെ ഡിഗ്രിക്ക് വേണ്ട ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഇട്ടതിൽ നിന്ന് കംപ്ലീറ്റ് ചോദിച്ചത് നിങ്ങൾ കണ്ടതായിരുന്നല്ലോ, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള എല്ലാ മേഖലകളും ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ്, നമുക്ക് 10th പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് ഇതേപോലെ സെറ്റ് ചെയ്ത് പറയാം. അത് നമുക്ക് നോക്കാം. ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം എന്താണ് ലോ ലെവൽ ഓഫ് മാർക്സിലോട്ട് പോയിട്ടുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കുക. 10th പ്രിലിംസ് ആണ് നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോഴാണെങ്കിൽ കൂടി ആ ഒരു സ്മോൾ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കുറച്ച് ദിവസമുള്ളൂ ഇനി നമുക്ക് 10th പ്രിലിംസിന്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എന്താണ് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് മൊത്തത്തിലൊരു ഓവറോൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന രീതിയിൽ നമുക്ക് എളുപ്പമായിട്ടുള്ളത് ഉണ്ടാകാം. കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. എനിവേസ് പലരും 40 to 50 പറയുന്നു, 38 to 50 പറയുന്നു. നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കും ജനറലി തോന്നുന്നത് ഒരു 40 to 50 ആ ഒരു റേഞ്ചിന് ഇടയ്ക്കായിരിക്കും, ഒരു സ്പെസിഫിക് മാർക്സ് ആയിരിക്കും അവർ ഇടുക എന്നാണ് എനിക്കും തോന്നുന്നത്. അറിയില്ല, ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ജനറലി മൊത്തത്തിലൊന്ന് നമ്മൾ 3 പേപ്പറും അനലൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അതെന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണ്ടേ. ജസ്റ്റ് നമുക്ക് തുടങ്ങിയേക്കാം അല്ലെ. ഓരോ ദിവസവും നമ്മൾ ഓരോ ഭാഗങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ചെയ്ത് പോവുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അലോങ് വിത്ത് 10th പ്രിലിംസ് നോക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ. അപ്പോൾ 10th പ്രിലിംസ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് 21 to 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇനി അത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലുള്ളതുണ്ട്. LGS കൺസേൺ ആയിട്ട് കേട്ടോ, കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. കാരണം 10th പ്രിലിംസ് കുറേ സെറ്റ് ഉണ്ട്. ഓരോ വർഷം 5-6 സ്റ്റേജസ് ആയിട്ട് പ്രിലിംസിൻ്റെ തന്നെ നടന്നിട്ടുണ്ട്. LGS പല ലെവലിൽ LGS കൺസേൺ ആയിട്ട് തന്നെ മെയിൻസ് പേപ്പർ എന്നുള്ള രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓരോ വർഷത്തെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നെ നോക്കാം. കംപ്ലീറ്റ് ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണത്. മാർക്ക്ഡ് ആയിട്ടുള്ള PDF ആണ്. അപ്പോൾ അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയാം കേട്ടോ. ബാക്കി റിസൾട്ട് എന്തായാലും വേഗം വരും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. നമ്മുടെ പാത വെട്ടി തെളിയെന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യണം, എന്താണ് ഇനി കൂടുതലും നമ്മൾ അപ്പോൾ ആ സമയത്ത് കണ്ട് ഓടിയിട്ട് കാര്യമില്ല. കാരണം മെയിൻസ് പെട്ടെന്ന് വരും. എന്തായാലും ഓഗസ്റ്റിലില്ല, സെപ്റ്റംബറിലായിരിക്കും. പക്ഷേ വെറും 2 മാസം കൊണ്ട് നമുക്ക് എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ പ്രിലിംസിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ്. കുറച്ചും കൂടെ ലോജിക്കലി അല്ലെങ്കിൽ എന്നാൽ കുറച്ചും കൂടെ അനലിറ്റിക്കലി ചിന്തിക്കേണ്ട രീതിയിലൊക്കെയാണ് അവർ നമ്മൾ വിചാരിക്കാത്ത ഏരിയാസിൽ നിന്ന് കുറച്ചധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, നല്ലത് മാത്രം ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എന്താണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ 2 എന്താണ് കോട്ട്സ് എന്നുള്ള രീതിയിൽ കാണിച്ചത് കേട്ടോ. സോ എപ്പോഴും സ്റ്റേ ഹാപ്പി, പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഓക്കെ, സോ മനസ്സിൻ്റെ ഹാപ്പിനെസ്സിന് കുറച്ചും കൂടെ എന്താണ് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇൻ ദ സെൻസ് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പി ആവുന്നവരുണ്ട് അല്ലേ. ഒരു പാട്ട് കേൾക്കുന്നത്, ഒരു കാഴ്ച കാണുന്നത്, അതുപോലെ തന്നെ എന്താണ് ഫുഡ് കഴിക്കുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇത്രയും വലിയൊരു എക്സാമിൻ്റെ സ്ട്രെസ്സിൽ തന്നെ ഇരിക്കാതെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ അത് നല്ല നല്ല കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ നമുക്ക് ഈ പറയുന്ന എല്ലാ ടാസ്കുകളും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്നല്ല, നമ്മുടെ ലൈഫിലുള്ള എന്ത് ടാസ്ക്കും നമുക്ക് നല്ല എന്താണ് അധികം ടെൻഷനൊന്നും ഇല്ലാതെ നീറ്റ് ആൻഡ് കൂളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൻ്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കേവലം ഒരു എക്സാം നിങ്ങളുടെ മൂല്യം എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല നിങ്ങൾക്കൊന്നും കിട്ടാതെ പോകുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റൂട്ടിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം. നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം, നമ്മൾ പഠിക്കുന്ന രീതി, അതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ചേഞ്ച് ദ പാറ്റേൺ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചും വിസിബിൾ ആകും. ഓക്കെ,
അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ 10th പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും ബാക്കിയുള്ള എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.